ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട്. അതിന് വേണ്ടി ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡുണ്ട്, ഏലക്കായ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത്, നിലക്കടല ക്രഷ് ചെയ്ത് വെച്ചത്, അതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പാല് കാച്ചാൻ നോക്കാം. ആദ്യം അതാണ് വേണ്ടത്. നമ്മളെ പാലെടുക്കട്ടെ. ഒരു പാക്കറ്റ് പാല് നമുക്ക് കാച്ചിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. പാക്കറ്റ് പാൽ ഉടനെ ഒഴിച്ച് അതേപോലെ കാച്ചുന്നതാണ്. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഇത് ചൂടാകുമ്പോൾ നമുക്ക് പാൽപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പാലളന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാൽപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കും. ഇളം ചൂടുള്ള പാലിലാകുമ്പോൾ വേഗം അരിഞ്ഞ് ചേർന്നത്. ഒരുപാട് തിളച്ച പാലാകുമ്പോൾ കട്ട പിടിച്ചു പോകും. അപ്പോൾ 2 പാക്കറ്റ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര, മധുരം വേണമല്ലോ കുറച്ച്. പാൽപ്പൊടിൻ്റെ മധുരം പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത്, ഒരുപാടില്ല, കുറച്ച് മാത്രം. രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ പാല് തിളച്ച് വരുന്നുണ്ട്. ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്ത് വേണം? നമ്മളെ ചൈന ഗ്രാസ് റെഡിയാക്കി എടുക്കണം. അപ്പം ചൈന ഗ്രാസിനെ ഞാൻ വെക്കുന്നുണ്ടേ. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിഞ്ഞ് വരണം. അതിൻ്റെ ശേഷം നമുക്ക് ആ ചൂടോടെ തന്നെ ഇതിലൊഴിച്ച് കൊടുക്കണം. ഇതിൽ നമ്മളെ പാലിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യാൻ വെക്കണ്ട. അപ്പോൾ ഇതാവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കട്ടെ. ചൈന ഗ്രാസ് വെച്ചു. ഇനി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കുറുകി ഇപ്പം വരും. കുറുകി വരുന്നുണ്ട് ഇത് സംഭവം. അപ്പോൾ ഇതിനെ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇതാ ഇത് ഇവിടത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. പഞ്ചസാരയാണ് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്.
അപ്പം അത് നല്ല അടിപൊളിയായിട്ട് ഉരുകി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ച് ഇത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. പഞ്ചസാര ആയി വരുമ്പോൾ അതുവരെ നമുക്കിതിന് ഇളക്കി കൊടുക്കാം. പാടയൊന്നും കെട്ടാണ്ട് അങ്ങനെ റെഡിയായിട്ട് ഇരിക്കും. നമുക്കതിൻ്റെ അകത്തേക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇങ്ങനെ ആയി വരുന്നുണ്ട്. നല്ല കളറായിരുന്നില്ല. അപ്പോൾ ഇതാ കാരമൽ നല്ല കളറിലായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നതാണ്. സിമ്മിലാണ് ഉള്ളത്. അപ്പോൾ ഈ വെല്ലം നാളുണ്ട് കാരമൽ നല്ലോണം ഇതിലേക്ക് അലിഞ്ഞ് ചേരണം. എന്നാൽ മാത്രമേ നമ്മളിത് കണ്ടീഷനാവുള്ളൂ. അപ്പോൾ ആ കാരമലിൻ്റെ കളർ ഇതിൻ്റെ അകത്തേക്ക് വരും നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയും കൂടി രുചിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേഗം കഴിയുന്ന പരിപാടിയല്ലേ. പെട്ടെന്ന് നമുക്കൊരു പുഡിങ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേക്കാവും. അപ്പം ഞാനിതാ തീ ഓഫാക്കി. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 പാത്രത്തിൽ നമ്മളെ കാരമൽ പുഡിങ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കടലേൻ്റെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇടുമ്പോൾ അപ്പോൾ താഴേക്ക് താണു പോകും. ഒന്ന് കുറച്ചൊന്ന് ഓർക്കണം. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ഇടുമ്പം കാണിച്ചു തരാം. അപ്പോൾ കുറച്ചൊന്ന് ഉറച്ച പോലെ കാണുന്നുണ്ട്. ഞാനൊന്ന് ഇട്ടിട്ട് നോക്കട്ടെ ഗൈസ് എങ്ങനെയുണ്ട്. അപ്പം അങ്ങ് താഴോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ നമുക്ക്. ഇടുന്ന സാധനം താഴോട്ട് പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. താഴോട്ട് അധികം പോകുന്നില്ല. നല്ല ശരിക്കും ഉറച്ചിനില്ല. ഫ്രിഡ്ജിൽ വെച്ച് തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉറച്ച് വരും. ഇപ്പം ചൂടോടെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ. ചൂട് തണിയണ്ട എന്നാലേ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കാം. അതുവരെ ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചിട്ട് ഇത് റെഡിയാവട്ടെ. അപ്പോൾ നല്ല അടിപൊളി കാരമൽ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വേഗം കഴിയുന്ന പരിപാടിയാണ്. ഒന്നൊരു പണിയുമില്ല. ആർക്കും അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ടാരും പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി മടിച്ച് നിൽക്കണ്ട. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. ഓക്കേ. അപ്പോൾ ഇതാ എൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.